നമസ്കാരം. പി കെ മീഡിയയുടെ വോയിസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. തിരുമുടിക്കുന്ന് പ്രദേശത്തിൻ്റെയും തിരുമുടിക്കുന്ന് ഇടവകയുടെയും ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിൽപ്പെട്ട കൊരട്ടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് തിരുമുടിക്കുന്ന്. പൊങ്ങം, ചിറങ്ങര, മുടപ്പുഴ, പന്തയ്ക്കൽ, പെരുമ്പി, ചുറ്റുപാടം, കുഷ്ഠരോഗാശുപത്രി പരിസരം, ചീനി, തിരുമുടിപ്പുറം, കൊറ്റഞ്ചിറ, വാലുങ്ങമുറി, കോനൂർ എന്നിങ്ങനെയുള്ള ചെറുകരകളുടെ ഭാഗങ്ങൾ തിരുമുടിക്കുന്ന് ഇടവകയിൽപ്പെടുന്നു. പണ്ട് കാട് പിടിച്ചു കിടന്നിരുന്ന പ്രദേശമായിരുന്നു ഇവിടം. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിന് ശേഷം പല കാലങ്ങളിലായി കൊരട്ടി, കറുകുറ്റി പ്രദേശങ്ങളിൽ നിന്നും കൃഷി ആവശ്യങ്ങൾക്കും മറ്റും പലരും ഇവിടേക്ക് കുടിയേറി പാർത്തു. കാട് വെട്ടിത്തെളിച്ച് കൃഷിയിറക്കി മണ്ണിനോട് മല്ലിട്ട് കാടിനെ നാടാക്കിയ കഥയാണ് തിരുമുടിക്കാർക്ക് പറയാനുള്ളത്. കൂടുതലും സുറിയാനി ക്രൈസ്തവർ ആയിരുന്നെങ്കിലും ഹൈന്ദവരുമുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ സുറിയാനി ക്രിസ്ത്യാനികൾ ആത്മീയ കാര്യങ്ങൾക്ക് കൊരട്ടിപ്പള്ളിയെയാണ് ആശ്രയിച്ചിരുന്നത്. ഈ പ്രദേശം ആദ്യകാലങ്ങളിൽ മാച്ചാമ്പിള്ളി എന്നും പള്ളിയിരിക്കുന്ന സ്ഥലം മാച്ചാമ്പിള്ളി കുന്ന് എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. 1901 എറണാകുളം വികാരി അപ്പസ്തോലികയായിരുന്ന മാർ ലൂയിസ് പഴയപറമ്പിലിൻ്റെ നിർദ്ദേശമനുസരിച്ച് പുള്ളോത്തുപറമ്പ് എന്നറിയപ്പെട്ടിരുന്ന 13.5 ഏക്കർ ഭൂമി മാച്ചാമ്പിള്ളിയിൽ അതിരൂപത വകയായി വില കൊടുത്തു വാങ്ങി. അക്കൂട്ടത്തിൽ മുടപ്പുഴ എന്ന സ്ഥലത്തും അരമനയുടെ പേരിൽ സ്ഥലം വാങ്ങിയിരുന്നു. 1918 അവിടെ വിദ്യാഭ്യാസത്തിനും മതബോധനത്തിനും സ്കൂൾ പണിയുവാൻ മെത്രാൻ തീരുമാനിക്കുകയും കൊരട്ടി ഇടവക്കാരനും കിടങ്ങൂർ പള്ളി വികാരിയുമായിരുന്ന യൗസെപ്പ് പള്ളത്തുകാട്ടിയച്ഛനെ പണിയുടെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. 1920 മുടപ്പുഴ സെൻറ് മേരീസ് LP സ്കൂൾ പണി പൂർത്തീകരിച്ച് ക്ലാസ്സുകൾ ആരംഭിച്ചു. 1923 വാലുങ്ങമുറിയിൽ ഒരു സ്കൂൾ ആരംഭിക്കുവാൻ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ മെത്രാൻ നിർദ്ദേശം നൽകി. 1924 പ്രദേശത്തുകാരുടെയും കൊരട്ടിപ്പള്ളിയുടെയും സഹകരണത്താൽ പണിതീർത്ത ഹൈറാർക്കി മെമ്മോറിയൽ സ്കൂൾ വാലുങ്ങമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു. 1925 32 വീട്ടുകാർ ചേർന്ന് ഹൈറാർക്കി മെമ്മോറിയൽ സ്കൂളിൽ മാതാവിൻ്റെ വണക്കമാസ തിരുനാൾ ആഘോഷിച്ചു. 1929 കിഴക്കുമുറിയിൽ ഒരു പള്ളി സ്ഥാപിക്കുന്നതിന് 243 പേർ ഒപ്പിട്ട പരാതി മെത്രാന് നൽകി. 1931 മാച്ചാമ്പിള്ളി കുന്നിൽ 2 ഏക്കർ ഭൂമി പള്ളി വയ്ക്കുന്നതിന് തീർവാങ്ങി. 1936 ജനുവരി മാസത്തിൽ കൊരട്ടിപ്പള്ളി അസിസ്റ്റൻ്റ് വികാരിയായിരുന്ന ജോർജ് കൊച്ചുപറമ്പിൽ അച്ഛൻ കിഴക്കുമുറി ഭാഗത്തുള്ളവരെ ഒരുമിച്ച് കൂട്ടി പള്ളിപണിയെക്കുറിച്ച് ആലോചിച്ചു. 1936 അവസാനത്തോടെ വിശുദ്ധ കൊച്ചുതെരേസയുടെ നാമത്തിൽ ഒരു കപ്പേള സ്ഥാപിച്ച് ജോർജ് കൊച്ചുപറമ്പിലച്ഛൻ ആ സ്ഥലത്തിന് തിരുമുടിക്കുന്ന് എന്ന പേരും നൽകി. 1937 ഫെബ്രുവരിയിൽ കൊരട്ടിപ്പള്ളിയുടെയും തിരുമുടിക്കുന്ന് കപ്പേളയുടെയും അതിർത്തികൾ നിശ്ചയിച്ച് കൽപ്പന നൽകി. 1937 സെപ്റ്റംബർ 9 കൊരട്ടിപ്പള്ളി വികാരിയായിരുന്ന യൗസെപ്പ് പയ്യപ്പള്ളി അച്ഛൻ തിരുമുടിക്കുന്ന് പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തി. പയ്യപ്പള്ളി അച്ഛൻ്റെ മേൽനോട്ടത്തിൽ പണികൾ ആരംഭിച്ചു. 1938 ഇലഞ്ചേരി മല റോഡിനോട് ബന്ധിപ്പിച്ച് റോഡുകൾ ഉണ്ടാക്കുന്നതിന് സ്കൂളിൻ്റെ പേരിൽ ചിട്ടി നടത്തിയും പിരിവെടുത്തും ഉണ്ടാക്കിയ പണം ചെലവഴിച്ചു. യൗസെപ്പ് പയ്യപ്പള്ളി അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് പള്ളി പണികൾക്ക് നേതൃത്വം നൽകിയത് ജോർജ് കൊച്ചുപറമ്പിൽ അച്ഛനായിരുന്നു. പള്ളിപ്പണി തീരുന്നതുവരെ കൊച്ചുപറമ്പിൽ അച്ഛനെ കൊരട്ടിപ്പള്ളിയുടെ അസിസ്റ്റൻ്റ് സ്ഥാനത്തു നിന്നും മാറ്റിയില്ല. മെത്രാൻ നൽകിയ 1250 രൂപയും കൊരട്ടിപ്പള്ളിയിൽ നിന്നും നൽകിയ പണവും ആളുകളുടെ പിരിവുമായി പണി കഴിപ്പിച്ച പള്ളി 1939 ജൂൺ 4 മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ മെത്രാപ്പോലീത്ത ആശീർവദിച്ചു. ആ വർഷം തന്നെ വിശുദ്ധ കൊച്ചുതെരേസയുടെയും സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ ആഘോഷിച്ചു. ആദ്യകാലങ്ങളിൽ എല്ലാ ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും കൊരട്ടിപ്പള്ളിയിൽ നിന്നും തിരുമുടിക്കുന്നിൽ വൈദികരെത്തി ബലിയർപ്പിച്ചിരുന്നു. 1939 മുടപ്പുഴ സ്കൂളിന് ടോയ്ലറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടി 12 സെൻറ് സ്ഥലം വാങ്ങി. 1942-43 കാലത്ത് കണ്ടംകുളത്തി വറീദ് ഔസേപ്പ് മിഡിൽ സ്കൂൾ എന്ന പേരിൽ ഒരു UP സ്കൂൾ സ്വന്തം നിലയിൽ ആരംഭിച്ചു. 1944 മാർച്ച് 31 തോമസ് കരേടൻ അച്ഛനെ തിരുമുടിക്കുന്ന് പള്ളിയുടെ പ്രഥമ നടത്തുവികാരിയായി നിയമിച്ചു. 1944 ജൂലൈ 21 ജോസഫ് മണവാളനച്ഛനെ
കൊരട്ടിപ്പള്ളിയുടെ അസിസ്റ്റൻ്റായും തിരുമുടിക്കുന്ന് പള്ളിയുടെ നടത്തുവികാരിയായും നിയമിച്ചു. താമസം കൊരട്ടിപ്പള്ളിയിലായിരുന്നു. തിരുമുടിക്കുന്നിൽ യാത്രാ സൗകര്യമോ വെള്ളമോ താമസ സൗകര്യമോ ഉണ്ടായിരുന്നില്ല. 1944 നവംബർ 20 തിരുമുടിക്കുന്നിൽ സിമിത്തേരി വെഞ്ചരിക്കുകയും അധികം താമസിയാതെ മൃതസംസ്കാരം ആരംഭിക്കുകയും ചെയ്തു. 1945 മാർച്ച് 3 മരിയൻ സൊഡാലിറ്റി ആരംഭിച്ചു. 1945 മെയ് മാസത്തിൽ പള്ളിമേട, സങ്കീർത്തി എന്നിവയുടെ നിർമ്മാണം ആരംഭിക്കുകയും 2 മാസം കൊണ്ട് പൂർത്തിയാക്കുകയും ചെയ്തു. 1945 മണവാളനച്ഛൻ ഉൾപ്പെടെ 6 പേരടങ്ങിയ ഒരു കമ്മിറ്റി സ്കൂൾ ഏറ്റെടുത്ത് അച്ഛൻ അതിൻ്റെ മാനേജരും പ്രധാന അധ്യാപകനുമായി. ആ വർഷം തന്നെ 7ാം ക്ലാസ് ആരംഭിച്ചു. അവിടെ നടത്തിയിരുന്ന കണ്ടംകുളത്തിക്കാരുടെ സ്കൂളാണ് ഏറ്റെടുത്ത് നടത്തിയത്. 1946 കമ്മിറ്റി അംഗങ്ങൾ സ്കൂൾ ഉടമസ്ഥനിൽ നിന്നും തീർവാങ്ങി. പിന്നീട് അവരുടെ വിഹിതങ്ങൾ കൊരട്ടിപ്പള്ളി നൽകി. കൊരട്ടിപ്പള്ളിയുടേതായി ആ സ്കൂൾ. 1947 സെപ്റ്റംബർ മാസത്തിൽ പള്ളി നീട്ടിപ്പണിയുവാൻ ആരംഭിച്ചെങ്കിലും പണമില്ലാതിരുന്നതിനാൽ പണി മുടങ്ങി. 1948 പ്ലാശ്ശേരി പാപ്പു ദേവസി പള്ളിക്ക് കിഴക്ക് ഇളഞ്ചേരി റോഡരികിൽ 1 സെൻറ്റ് സ്ഥലം കപ്പേള പണിയുന്നതിന് നൽകി. 1949 പള്ളി നീട്ടിപ്പണിയാനും മധുബഹയും ത്രോണോസും പണിയാനും തുടങ്ങി. 1950 ഒക്ടോബർ 1 വികാരി ജനറൽ മോൺസിഞ്ഞർ മാത്യു പോത്തനാമൊഴി പുതുക്കിപ്പണിത പള്ളി വെഞ്ചരിച്ചു. 7 വർഷത്തെ സേവനത്തിന് ശേഷം മണവാളനച്ഛൻ സ്ഥലം മാറിപ്പോയി. 1951 ജൂൺ 19 മത്തായി മുഞ്ഞനാട്ട് അച്ഛൻ വികാരിയായി. 1951 പുഷ്പവും കിരീടവും വയ്ക്കുന്ന നേർച്ച ആരംഭിച്ചു. 1952 ജനുവരിയിൽ കൊരട്ടിപ്പള്ളിയുടെ വിഹിതമായി തിരുമുടിക്കുന്ന് പള്ളിക്ക് 1000 രൂപയ്ക്കുള്ള ഭൂമി നിശ്ചയിച്ച് നൽകി. 1952 ജനുവരി 16 തിരുമുടിക്കുന്ന് പള്ളിയെ സ്വതന്ത്ര ഇടവകയാക്കി. 10 മാസത്തെ സേവനത്തിന് ശേഷം മുഞ്ഞനാട്ടച്ഛൻ സ്ഥലം മാറിപ്പോയി. 1952 ഏപ്രിൽ 25 ജോസഫ് മണവാളനച്ഛൻ വീണ്ടും തിരുമുടിക്കുന്ന് ഇടവകയുടെ വികാരിയായി. 1 വർഷത്തെ സേവനത്തിന് ശേഷം മണവാളനച്ഛൻ തൊടുപുഴ തെൻകുന്ന് സ്കൂളിലേക്ക് മാറിപ്പോയി. 1953 മെയ് 30 സെബാസ്റ്റ്യൻ ഗിരിയാന്തൻ അച്ഛൻ വികാരിയായി. 1954 ഇളഞ്ചേരി റോഡരികിൽ വിശുദ്ധ അന്തോണീസിൻ്റെ കപ്പേള പണി കഴിപ്പിച്ചു. 1956 പള്ളിക്ക് വടക്കുവശം പാറക്കെട്ടുകൾ പൊട്ടിച്ച് പള്ളിമേട പണിയുവാൻ ആരംഭിച്ചെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പണി മുടങ്ങി. 1956 സെൻറ്റ് മേരീസ് LP സ്കൂളിൻ്റെയും ഹൈറാർക്കി മെമ്മോറിയൽ സ്കൂളിൻ്റെയും മാനേജ്മെൻറ്റ് തിരുമുടിക്കുന്ന് പള്ളിക്ക് കൊരട്ടിപ്പള്ളി നൽകി. സ്കൂൾ നടത്തിപ്പിൻ്റെ സാമ്പത്തിക ബാധ്യത കൊണ്ടാണ് തിരുമുടിക്കുന്ന് പള്ളി അതുവരെയും സ്കൂളുകൾ ഏറ്റെടുക്കാതിരുന്നത്. അന്നത്തെ കാലത്ത് അധ്യാപകർക്ക് ശമ്പളം കൊടുത്തിരുന്നത് പള്ളിയിൽ നിന്നായിരുന്നു. 4 വർഷത്തെ സേവനത്തിന് ശേഷം കിരിയാന്തനച്ഛൻ താബോറിലേക്ക് സ്ഥലം മാറിപ്പോയി. 1957 മാർച്ച് 2 ഗീവർഗീസ് കണിയാന്തറ അച്ഛൻ വികാരിയായി. 1957 ഏപ്രിൽ മുതൽ ഗീവർഗീസിൻ്റെ തിരുനാൾ പള്ളിയിൽ ആഘോഷിക്കാൻ തുടങ്ങി. 7 മാസത്തെ സേവനത്തിന് ശേഷം കണിയാന്തറ അച്ഛൻ കൊതവറ പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി. 1957 ഒക്ടോബർ 18 സെബാസ്റ്റ്യൻ ഐരൂക്കാരൻ അച്ഛൻ വികാരിയായി. അപ്പോൾ തിരുമുടിക്കുന്ന് പള്ളിക്ക് 372 കുടുംബങ്ങളുണ്ടായിരുന്നു. സൊഡാലിറ്റി, 3ാം സഭ, നിത്യാരാധനാ സംഘം, മാതൃസംഘം എന്നീ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. 1958 അരമനവക പുള്ളോത്തുപറമ്പിൽ കുടിയാന്മാർക്ക് തീർ നൽകിയതൊഴിച്ച് 8 ഏക്കർ സ്ഥലം കുടിശ്ശിക പിരിച്ചെടുത്തും പുത്തൻ കച്ചീട്ട് വെച്ചും തീറുവില നൽകിയും തിരുമുടിക്കുന്നിന് സ്വന്തമാക്കുവാൻ അരമന അനുവദിച്ചു. എന്നാൽ കുറച്ച് സ്ഥലമേ ഏറ്റെടുക്കാൻ സാധിച്ചുള്ളൂ. ബാക്കിയുള്ളവ ഏറ്റെടുക്കാൻ സാധിച്ചില്ല. 1.25 വർഷത്തെ സേവനത്തിന് ശേഷം ഐരൂക്കാരനച്ഛൻ നടുവട്ടം പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി. 1959 മെയ് 20 ഗീവർഗീസ് കോലഞ്ചേരി അച്ഛൻ വികാരിയായി. 1960 മുടങ്ങിക്കിടന്നിരുന്ന പള്ളിമേടയുടെ പണികൾ പുനരാരംഭിച്ചു. 1960 തിരുമുടിക്കുന്നിലെ ചെറുപ്പക്കാർ ചേർന്ന് ഫ്രണ്ട്സ് സോഷ്യൽ ആൻഡ് ആർട്സ് ക്ലബ്ബ് ആരംഭിച്ചു. പള്ളി അങ്ങാടിയിലുള്ള അതിരൂപതയുടെ 2 സെൻറ്റ് സ്ഥലം പാട്ടക്കാരിൽ നിന്നും വാങ്ങി ക്ലബിന് നൽകിയതിൽ കെട്ടിടം പണിതു. 1961 പള്ളിമേടയുടെ പണികൾ പൂർത്തീകരിച്ച് വെഞ്ചരിച്ചു. 3 വർഷത്തെ സേവനത്തിന് ശേഷം കോലഞ്ചേരി അച്ഛൻ മാണിക്യമംഗലത്തിലേക്ക് സ്ഥലം മാറിപ്പോയി.
1962 ഏപ്രിൽ 12 ഫാദർ ജോസഫ് തെക്നിയൻ വികാരിയായി. 1962 മെയ് 13 നിത്യസഹായ മാതാവിൻ്റെ നൊവേന ആരംഭിച്ചു. തിരുമുടിക്കുന്ന് പതിയെ ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയായി. 1962 ആഗസ്റ്റ് മാസത്തിൽ പെരേപ്പാടൻ കുഞ്ഞിപ്പയിലോ അന്തോണി കുഷ്ഠരോഗാശുപത്രിക്ക് സമീപം 3 കൂടിയ കവലയിൽ കപ്പേള പണിയുന്നതിന് 2 സെൻറ്റ് സ്ഥലം ദാനം ചെയ്തു. 1962 സെപ്റ്റംബറിൽ പള്ളിക്ക് പടിഞ്ഞാറ് വശത്ത് ചൂരക്കൽ ദേവസി ഭാര്യ കുഞ്ഞേലിയുടെ ചിലവിൽ ഗേറ്റ് സ്ഥാപിച്ചു. 1962 സെപ്റ്റംബർ 29 പുതിയ അൾത്താരയും മധുമഹയും വികാരി ജനറൽ മോൺസിഞ്ഞർ പോൾ വടക്കഞ്ചേരി വെഞ്ചരിച്ചു. 1962 ഒക്ടോബറിൽ പള്ളി വളപ്പിൻ്റെ തെക്കുഭാഗത്ത് പെരേപ്പാടൻ വറീദ് കുഞ്ഞിപ്പയിലൂടെ ചെലവിൽ ഗേറ്റ് സ്ഥാപിച്ചു. 1962 നവംബർ 18 കുടുംബങ്ങളുടെ എണ്ണം 600 വർദ്ധിച്ചതിനാലും തീർത്ഥാടകരുടെ നിത്യസഹായ മാതാവിൻ്റെ നൊവേന വർദ്ധിച്ചപ്പോൾ തീർത്ഥാടകർ കൂടി. ആ തീർത്ഥാടകരുടെ എണ്ണം കൂടിയതിനാലും പള്ളിയുടെ തെക്ക് ഭാഗത്ത് ഒരു വിങ്ങ് കൂടി പണിയുവാൻ ശിലാസ്ഥാപനം നടത്തി. അൾത്താര പുതുക്കി പണിതു. പാലാട്ടി കുഞ്ഞിപ്പയിലോ കോരതിൻ്റെ ചെലവിൽ വടക്ക് ഭാഗത്ത് നിത്യസഹായ മാതാവിൻ്റെ അൾത്താര പണിതു. 1962 അവസാനം പള്ളിക്ക് വൈദ്യുതി ലഭിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1963 ഫെബ്രുവരിയിൽ പള്ളിയുടെ വടക്കുവശത്ത് ഒരു വിങ്ങ് കൂടി പണി ആരംഭിച്ചു. തെക്കേ വിങ്ങിലെ സൈഡ് അൾത്താര പള്ളിപ്പാടൻ വറീദ് സംഭാവന ചെയ്തു. 1963 മാർച്ച് മാസത്തിൽ പള്ളിയുടെ വടക്കേ വിങ്ങിലെ സൈഡ് അൾത്താര വല്ലൂരാൻ വറീദ് ഔസേപ്പിൻ്റെയും പെരേപ്പാട്ട് മഞ്ഞളി പൗലോസ് ഔസേപ്പിൻ്റെയും ചെലവിൽ പണിതു. 1963 മാർച്ച് 19 വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ നൊവേന ആരംഭിച്ചു. 1963 മാർച്ച് 27 തിരുവാല സഖ്യം ആരംഭിച്ചു. 1963 ഏപ്രിൽ 26 മിഡിൽ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കൊരട്ടിപ്പള്ളിയിൽ നിന്ന് തിരുമുടിക്കുന്ന് പള്ളിക്ക് നൽകി. ആ വർഷം പള്ളിക്ക് കീഴിലുണ്ടായിരുന്ന 3 സ്കൂളുകളിലും ക്ലാസ് മുറികൾ പണിത് പുതിയ ഡിവിഷനുകൾ ആരംഭിച്ചു. 1963 ജൂൺ 17 ഒരു വാടക വീട്ടിൽ ആരാധന മഠം ആരംഭിച്ചു. പെട്ട ജോസഫ് മഠം പണിയുന്നതിന് 1 ഏക്കർ ദാനമായി നൽകി. 6 ഏക്കറിൽ കൂടുതൽ സ്ഥലം മഠം വില കൊടുത്തു വാങ്ങി. 1963 ഓഗസ്റ്റ് മാസത്തിൽ നൊവേനയോടനുബന്ധിച്ച് അക്രൈസ്തവർ നടത്തിയിരുന്ന തുള്ളൽ മുതലായ കാര്യങ്ങൾ മെത്രാപ്പോലീത്ത നിരോധിച്ചു. 1963 ഒക്ടോബർ 20 പടിഞ്ഞാറേ വിങ്ങ് നീട്ടിപ്പണിയാനും മുഖവാരം പുതുക്കി പണിയുവാനും ഉള്ള പണികൾക്ക് ശിലാസ്ഥാപനം നടത്തി. 1963 നവംബർ 2 മിഡിൽ സ്കൂളിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള 52 സെൻറ്റ് സ്ഥലം വാങ്ങി. 1963 നവംബർ 4 കുഷ്ഠരോഗാശുപത്രി കവലയിൽ 1/2 ഏക്കർ ഭൂമി വാങ്ങി. 1964 ജനുവരി 8 പള്ളിപ്പുരയിടത്തിൻ്റെ വടക്ക് ഭാഗത്തും മിഡിൽ സ്കൂളിൻ്റെ കിഴക്ക് ഭാഗത്തുമുള്ള 1 ഏക്കർ 31.5 സെൻറ്റ് ഭൂമിയും 18 സെൻറ്റ് ഭൂമിയും വാങ്ങി. പള്ളിപ്പറമ്പിൽ മരങ്ങൾ വെട്ടിമാറ്റി റബ്ബർ നട്ടു. കൊരട്ടിപ്പള്ളിയിൽ നിന്ന് ലഭിച്ച പാട്ടനിലങ്ങൾ പലതും ഈ കാലത്ത് വിറ്റു. അരമന വക പുള്ളോത്തുപറമ്പിൻ്റെ കുറച്ചു ഭാഗം കനാലിനും പഞ്ചായത്ത് കിണറിനും നൽകി. ബാക്കിയുള്ള സ്ഥലം പാട്ടത്തിനെടുത്തവർ പാട്ടം കൊടുക്കാതെയും ഒഴിഞ്ഞു കൊടുക്കാതെയും ആയപ്പോൾ അരമന അവർക്ക് തന്നെ തീർന്നു നൽകി. 1964 ഫെബ്രുവരി 14 പള്ളിക്ക് വൈദ്യുതി കണക്ഷൻ ലഭിച്ചു. അന്ന് തന്നെ പള്ളിക്ക് 20 തുലാം അതായത് 220 കിലോഗ്രാം ഭാരമുള്ള മണി വാങ്ങി. 1964 ജൂലൈ 1 നിത്യസഹായ മാതാവിൻ്റെ ദർശന സമൂഹം ആരംഭിച്ചു. 1964 നവംബർ 8 ആദ്യ ദർശന തിരുനാൾ ആഘോഷിച്ചു. 1964 ലീജിയൺ ഓഫ് മേരി സംഘടന ആരംഭിച്ചു. 1965 ജനുവരി 31 ആരാധന മഠത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തി. 1965 മാർച്ച് 25 മുതൽ നിത്യസഹായ മാതാവിൻ്റെ നൊവേനയ്ക്ക് ആളുകൾ വർദ്ധിച്ചതിനാൽ ശനിയാഴ്ചകളിൽ വൈകിട്ട് ഒരു കുർബാന കൂടി അഡീഷണലായിട്ട് നടത്താൻ തുടങ്ങി. 1965 ഹൈറാർക്കി മെമ്മോറിയൽ സ്കൂളിന് പുതിയ ക്ലാസ് മുറികൾ പണിത് ഡിവിഷനുകൾ വർദ്ധിപ്പിക്കുകയും സ്കൂളിനോട് ചേർന്ന് കിടന്നിരുന്ന 16 സെൻറ്റ് സ്ഥലം വാങ്ങുകയും ചെയ്തു. 1965 ജൂൺ 30 മഠം വെഞ്ചരിച്ചു. 1965 പള്ളിവക സ്ഥലത്ത് പീഡിക മുറികൾ പണിത് വാടകയ്ക്ക് നൽകി. 1965 സാധുക്കൾക്കായി പണി കഴിപ്പിച്ച് നൽകിയ 10 വീടുകളുടെ വെഞ്ചരിപ്പ് നടത്തി. 1965 നവംബർ 15 ഹൈസ്കൂൾ അനുവദിച്ച് കിട്ടുന്നതിന് അപേക്ഷ നൽകി. 1965
നവംബർ 19 മണിമാളികയുടെ ശിലാസ്ഥാപനം നടത്തി. 1966 മെയ് 21 മിഡിൽ സ്കൂൾ എന്നറിയപ്പെട്ടിരുന്ന UP സ്കൂളിന് നിത്യസഹായ മാതാവിൻ്റെ പേര് നൽകി. 1966 മെയ് 31 വിൻസെൻ്റ് പോൾ സംഘടന ആരംഭിച്ചു. 1966 ആഗസ്റ്റിൽ മണിമാളികയുടെ പണി പൂർത്തിയായി. 1966 ഡിസംബർ 10 തിരുമുടിക്കുന്ന് പള്ളി സ്ഥാപിതമായതിൻ്റെ 50 വർഷം തികഞ്ഞതിൻ്റെ പ്രഖ്യാപനവും പുതുക്കി പണിത പള്ളിയുടെ വെഞ്ചിരിപ്പും മാർ ജോസഫ് പാറേക്കാട്ടിൽ മെത്രാപ്പോലീത്ത നിർവഹിച്ചു. 1967 സെപ്റ്റംബറിൽ നിത്യസഹായ മാതാവിൻ്റെ നാമത്തിൽ ഒരു ബാൻഡ് സെറ്റ് ആരംഭിച്ചു. 1968 ജനുവരിയിൽ സിമിത്തേരി നീട്ടിപ്പണിയാനും സിമിത്തേരിയിൽ കപ്പേള പണിയുവാനും ആരംഭിച്ചു. 1968 ഏപ്രിൽ മാസത്തിൽ പള്ളിയിലേക്കും പള്ളി അങ്ങാടിയിലേക്കും വഴിവിളക്കുകൾ സ്ഥാപിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. 1968 മെയ് മാസത്തിൽ സിമിത്തേരി കപ്പേള പൂർത്തിയായി. 6 വർഷത്തെ സേവനത്തിന് ശേഷം തെക്കിനിയനച്ചൻ തലയോലപ്പറമ്പിലേക്ക് സ്ഥലം മാറിപ്പോയി. 1968 മെയ് 25 ജോസഫ് നെറ്റിഗാർഡനച്ചൻ വികാരിയായി. 1969 3 സ്കൂളുകൾക്കും ക്ലാസ് മുറികൾ പണിയുകയും ഡിവിഷനുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. 1970 ജനുവരിയിൽ കടമുറികൾ പണിത് വാടകയ്ക്ക് നൽകി. 1971 ജനുവരി 17 നാലുകെട്ടിലെ ദേവാലയ നിർമ്മാണത്തിന് ഫണ്ട് പിരിവ് ആരംഭിച്ചു. 1971 മാർച്ച് 21 നാലുകെട്ട് പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തി. 1973 ജനുവരി 7 നാലുകെട്ട് പള്ളി വെഞ്ചരിച്ചു. 5 വർഷത്തെ സേവനത്തിന് ശേഷം നെറ്റിക്കാട്ടിനച്ചൻ ഫോർട്ട് കൊച്ചിയിലേക്ക് സ്ഥലം മാറിപ്പോയി. 1973 ജൂൺ 24 സെബാസ്റ്റ്യൻ ശങ്കുരിക്കലച്ചൻ വികാരിയായി. 1974 ഒക്ടോബർ 27 സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി പിതാവിൻ്റെ ഇടവ സന്ദർശന അവസരത്തിൽ യുവജന പ്രസ്ഥാനമായ CYF ഉദ്ഘാടനം ചെയ്തു. 1975 സെപ്റ്റംബർ 24 പള്ളിക്ക് ഒരു കൊടിമരം സ്ഥാപിച്ചു. ശങ്കുരിക്കലച്ചൻ്റെ കാലത്ത് ജനങ്ങളെ പള്ളിയോട് അടുപ്പിക്കുവാൻ നിരവധി കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു. 5 വർഷത്തെ സേവനത്തിന് ശേഷം ശങ്കുരിക്കലച്ചൻ മൂക്കന്നൂർക്ക് സ്ഥലം മാറിപ്പോയി. 1978 ഏപ്രിൽ 8 ജേക്കബ് പാറയിലച്ചൻ വികാരിയായി. 1978 ജൂണിൽ ലിറ്റിൽ ഫ്ലവർ ട്യൂഷൻ സെൻറ്റർ ആരംഭിച്ചു. 1.25 വർഷത്തെ സേവനത്തിന് ശേഷം പാറയിലച്ചൻ അശോകപുരത്തേക്ക് സ്ഥലം മാറിപ്പോയി. 1979 ജൂലൈ 13 ജോസഫ് പാലാട്ടിയച്ചൻ വികാരിയായി. 1979 ഓഗസ്റ്റ് 15 മരണാനന്തര സഹായ സംഘം ആരംഭിച്ചു. 1979 സെപ്റ്റംബർ 16 കുഷ്ഠരോഗാശുപത്രി കവലയിലെ കപ്പേള നിർമ്മാണത്തിന് ശിലാസ്ഥാപനം നടത്തി. 1979 ഒക്ടോബർ 16 ഇൻഫൻറ്റ് ജീസസ് നഴ്സറി സ്കൂൾ ആരംഭിച്ചു. 1979 ഒക്ടോബർ 17 നെയ്ത്തുശാല ഉദ്ഘാടനം ചെയ്തു. 1979 ഡിസംബർ 16 വിവാഹ സഹായ നിധി ആരംഭിച്ചു. 1980 ഫെബ്രുവരി 9 കുഷ്ഠരോഗാശുപത്രി കവലയിലെ കപ്പേള മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി വെഞ്ചരിച്ചു. സെബസ്ത്യാനോസിൻ്റെ പേരിലാണ് കപ്പേളയെങ്കിലും നൊവേനയും തിരുനാളും വേളാങ്കണ്ണി മാതാവിൻ്റേതാണ്. 1980 മുതൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും നിത്യസഹായ മാതാവിൻ്റെയും തിരുനാളുകൾ സംയുക്തമായി ആചരിക്കാൻ തുടങ്ങി. 1980 ജൂലൈ 16 സെൻറ്റ് ജോസഫ്സ് തീപ്പെട്ടി കമ്പനി ഉദ്ഘാടനം ചെയ്തു. 1982 തിരുമുടിക്കുന്ന് ഹൈസ്കൂൾ അനുവദിച്ചു കിട്ടി. 1982 ഏപ്രിൽ 3 ഹൈസ്കൂൾ കെട്ടിടത്തിന് ശിലാസ്ഥാപനം നടത്തി. 1983 ജൂൺ മാസത്തിൽ ഹൈസ്കൂൾ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പണിത് ക്ലാസുകൾ ആരംഭിച്ചു. 1983 ഏപ്രിൽ മാസത്തിൽ മിഷൻ ലീഗ് സ്ഥാപിച്ചു. പാലാട്ടിയച്ചൻ്റെ കാലത്ത് 2 ഏക്കറിലധികം സ്ഥലം പല കാലങ്ങളിലായി പള്ളിക്ക് വേണ്ടി വാങ്ങി. 1985 കുഴൽക്കിണർ സ്ഥാപിച്ച് പള്ളി മേടയിലെ ജലക്ഷാമം പരിഹരിച്ച് പള്ളിപ്പറമ്പിൽ റബ്ബർ തൈകൾ നട്ടു. 1983 ഒക്ടോബറിൽ കുടിയിരുപ്പി വർക്കി പാപ്പച്ചൻ സംഭാവന ചെയ്ത 1 സെൻറ്റ് സ്ഥലത്ത് യൂദാത്ത ദേവസിൻ്റെ നാമത്തിൽ ഒരു കപ്പേള പണിതു. താമര കപ്പേള എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. 1984 ഇടവകയെ 11 വാർഡുകളായി തിരിച്ച് പ്രവർത്തനങ്ങൾ സജീവമാക്കി. 1985 ഡിസംബർ 8 ദേവാലയ പുനർനിർമ്മാണത്തിനുള്ള ശിലാസ്ഥാപനം നടത്തി. 1988 ആഗസ്റ്റ് മാസത്തിൽ തീപ്പെട്ടി കമ്പനി ഇരുന്നിരുന്ന 63 സെൻറ്റ് സ്ഥലം കമ്പനിയുടെ പേരിൽ ഇഷ്ടദാനമായി പള്ളി നൽകി. 9 വർഷത്തെ സേവനത്തിന് ശേഷം പാലാട്ടിയച്ചൻ സ്ഥലം മാറിപ്പോയി. 1988 ഒക്ടോബർ 3 ആൻ്റണി കവലക്കാട്ടച്ചൻ വികാരിയായി. 1989 പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷിച്ചു.
1990 ജൂലൈ മാസം മുതൽ എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും മുടപ്പുഴ സെൻറ് മേരീസ് സ്കൂളിൽ വിശുദ്ധ ബലി അർപ്പിക്കാൻ തുടങ്ങി. 1990 മാർച്ച് 3 ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെയും ക്ലാരിസ്റ്റ് സന്യാസിനി സഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുഷ്ഠരോഗികളുടെ സേവനത്തിനായി ആരംഭിച്ച ആശാനികേതനം ക്ലാരിസ്റ്റ് മഠവും മാർ ആൻ്റണി പടിയറ ആശീർവദിച്ചു. കുഷ്ഠരോഗികൾക്കിടയിലെ പ്രവർത്തനത്തിനായി ഫ്രാൻസിസ്കൻ അൽമായ സഭയും ഫ്രാൻസിസ്കൻ വൈദികരും ചേർന്ന് വാങ്ങിയ 56 സെൻറ്റ് സ്ഥലം മഠത്തിന് പിന്നീട് വിട്ടുകൊടുത്തു. സന്യാസിനികൾ ബാലഭവനും കുട്ടികൾക്ക് ട്യൂഷനും സാമൂഹ്യ ആത്മീയ പ്രവർത്തനങ്ങളും നടത്തി വന്നു. 1990 സിമിത്തേരിയുടെ മതിലും സിമിത്തേരി കപ്പേളയും പുതുക്കിപ്പണിതു. 1991 ആഗസ്റ്റ് 31 തിരുമുടിക്കുന്ന് പള്ളിയും നാലുകെട്ട് പള്ളിയും തമ്മിലുള്ള വിഹിത തർക്കം അവസാനിപ്പിച്ചു. 1993 ഹൈസ്കൂളിന് പഴയ കെട്ടിടത്തിന് പകരം പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചു. 1993 മുതൽ തിരുമുടിക്കുന്നിൽ അസിസ്റ്റൻ്റ് വികാരിമാരെ നിയമിക്കാൻ തുടങ്ങി. 1994 ജൂൺ മാസത്തിൽ വടക്കേ കപ്പേള എന്നറിയപ്പെട്ടിരുന്ന അന്തോണീസിൻ്റെ കപ്പേള പുനർനിർമ്മിക്കാൻ തുടങ്ങി. 1995 ആരംഭത്തിൽ അന്തോണീസിൻ്റെ കപ്പേള നിർമ്മാണം പൂർത്തിയായി. 1995 കവലക്കാട്ടച്ചൻ്റെ രഥ ജൂബിലി സ്മാരകമായി 25,000 രൂപ സമാഹരിച്ച് വിവാഹനിധി ആരംഭിച്ചു. 1997 ഒക്ടോബർ 27 പുതിയ പള്ളിമേടയുടെ ശിലാസ്ഥാപനം നടത്തി. 1998 ജനുവരി 1 കുഷ്ഠരോഗാശുപത്രി കവലയിലുള്ള കപ്പേള പുനർനിർമ്മാണത്തിന് ശിലാസ്ഥാപനം നടത്തി. 9.5 വർഷത്തെ സേവനത്തിന് ശേഷം കവലക്കാട്ടച്ചൻ മലയാറ്റൂർ പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി. 1998 ഫെബ്രുവരി 8 ജോബ് കേളമ്പറമ്പിലച്ചൻ വികാരിയായി. 1998 ഓഗസ്റ്റ് 23 പുതുക്കിപ്പണിത പള്ളിമേട വെഞ്ചരിച്ചു. 1998 തിരുമുടിക്കുന്ന് ഇടവക അതിർത്തിയിൽപ്പെട്ട പൊങ്ങത്ത് എറണാകുളം അങ്കമാലി അതിരൂപത ഒരു കോളേജ് സ്ഥാപിക്കുവാൻ സ്ഥലം വാങ്ങി. ആ വർഷം തന്നെ നൈപുണ്യ കോളേജ് ആരംഭിച്ചു. 1999 ജനുവരി മാസത്തിൽ ഹോളി ഫാമിലി സന്യാസിനി സമൂഹം പൊങ്ങത്ത് 46.5 സെൻറ്റ് സ്ഥലം വാങ്ങി മഠം സ്ഥാപിച്ചു. 1999 ഓഗസ്റ്റ് 22 KCYM ആരംഭിച്ചു. 1999 നവംബർ മാസം വാർഡുകളെ കുടുംബ യൂണിറ്റുകളാക്കി പേരുകൾ നൽകി മാസം തോറുമുള്ള കുടുംബയോഗങ്ങൾ ആരംഭിച്ചു. 2000 മെയ് 1 പുതിയ ഹൈസ്കൂൾ കെട്ടിടം പണിയുന്നതിന് ശിലാസ്ഥാപനം നടത്തി. 2000 മെയ് 25 പുതുക്കി പണിത വേളാങ്കണ്ണി മാതാവിൻ്റെ കപ്പേള വെഞ്ചരിച്ചു. 2001 ആരംഭത്തിൽ കുഷ്ഠരോഗ ആശുപത്രി കവലയിലെ പള്ളിവക കടമുറികൾ വാടകക്കാർക്ക് തന്നെ വിറ്റു. അതിൻ്റെ വാടക കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും വാടക കുറവായതുകൊണ്ടുമാണ് അങ്ങനെ ചെയ്തത്. 2001 തീപ്പെട്ടി കമ്പനിയുടെ ബാധ്യതകൾ തീർത്ത് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് സ്ഥലവും കെട്ടിടവും പള്ളിയുടെ കീഴിലാക്കി. 2001 മെയ് 27 പണികൾ പൂർത്തിയാക്കിയ ഹൈസ്കൂൾ കെട്ടിടം വെഞ്ചരിച്ചു. 2001 നവംബറിൽ പുതുക്കി പണിത പള്ളിയുടെ സീലിംഗ് നടത്തി. 2002 ജനുവരിയിൽ നിന്നുപോയ തീപ്പെട്ടി കമ്പനിയുടെ കെട്ടിടം പുനരുദ്ധരിക്കുവാൻ ആരംഭിച്ചു. 2002 ഇടവകയിലെ കുടുംബ യൂണിറ്റുകളെ 24 കുടുംബ യൂണിറ്റുകളാക്കി തിരിച്ചു. 4 വർഷത്തെ സേവനത്തിന് ശേഷം കേളമ്പറമ്പിലച്ചൻ പള്ളുരുത്തി പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി. 2002 ഫെബ്രുവരി 14 ജോസഫ് നങ്ങേലിമാലിയച്ചൻ വികാരിയായി. 2002 ജൂൺ മാസത്തിൽ +2 അൺഎയ്ഡഡ് ആരംഭിച്ചു. 2002 ആഗസ്റ്റ് മാസത്തിൽ +2 ക്ലാസ്സുകൾ ആരംഭിച്ചു. 2002 ഒക്ടോബർ മാസത്തിൽ പള്ളിയുടെ മുൻവശത്തുള്ള അങ്ങാടി റോഡ് പഞ്ചായത്തിന് വിട്ടുകൊടുത്തു. 2003 ഏപ്രിൽ മാസത്തിൽ ഹയർ സെക്കൻഡറി കെട്ടിടത്തിൻ്റെ പണികൾ ആരംഭിച്ചു. 2003 സെപ്റ്റംബർ മാസത്തിൽ താമര കപ്പേള നവീകരിച്ചു. 2004 ആരംഭത്തിൽ സിമിത്തേരിയുടെ മതിൽ പുതുക്കി പണിയുകയും ശാശ്വത കല്ലറകൾ പണിയുകയും ചെയ്തു. 2 വർഷത്തെ സേവനത്തിന് ശേഷം നങ്ങേലിമാലി അച്ഛൻ പറവൂർ കച്ചേരിപ്പടി പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി. 2004 ജൂൺ 5 മാത്യു മംഗലത്തച്ഛൻ വികാരിയായി. 2004 കോൺഗ്രിഗേഷൻ ഓഫ് സേക്രഡ് സയൻസ് എന്ന സന്യാസിനി സമൂഹം തിരുമുടിക്കുന്ന് പള്ളിക്ക് സമീപം 3 ഏക്കർ 80 സെൻറ്റ് സ്ഥലം വാങ്ങി. 2004 ഒക്ടോബർ മാസത്തിൽ മുടപ്പുഴ സെൻറ് മേരീസ് സ്കൂളിന് പുതിയ കെട്ടിടം പണിയുവാൻ ആരംഭിച്ചു. 2005 ഫെബ്രുവരി മാസത്തിൽ വാലുങ്ങമുറിയിലെ ഹൈറാർക്കി മെമ്മോറിയൽ സ്കൂൾ പുനരുദ്ധരിച്ചു. 2005 മെയ് 29 പുനരുദ്ധരിച്ച 2 സ്കൂളുകളും മാർ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്ത് ആശീർവദിച്ചു. 2005 മെയ് 29 പുതുതായി പണിത
മോണ്ടളത്തിൻ്റെയും നന്നാക്കിയ മുഖവാരത്തിൻ്റെയും പുതിയ സീലിങ്ങിൻ്റെയും പണികൾ പൂർത്തീകരിച്ച് മാർ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്ത് വെഞ്ചരിച്ചു. ഈ പണികൾക്ക് കൊച്ച് ഫൗണ്ടേഷനിൽ നിന്നും 5 ലക്ഷത്തിന് മുകളിൽ സംഭാവന പള്ളിക്ക് ലഭിച്ചിരുന്നു. 2005 ജൂലൈ 13 ഹോളി ഫാമിലി മഠത്തിനോടനുബന്ധിച്ച് ഹോസ്റ്റൽ ആരംഭിച്ചു. 2005 അവസാനത്തിൽ പള്ളിമേടയ്ക്ക് മുൻവശത്തുണ്ടായിരുന്ന പാറ പൊട്ടിച്ച് നിരപ്പാക്കുകയും മദ്ബഹ നവീകരിക്കുകയും ചെയ്തു. 2006 ജനുവരിയിൽ SS മഠത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തി. 2006 ആരംഭത്തിൽ പള്ളിക്ക് സ്റ്റോറും ടോയ്ലറ്റുകളും പണികഴിപ്പിച്ചു. 2006 മാർച്ച് മാസത്തിൽ സ്കൂളിന് മതിലും ടോയ്ലറ്റുകളും സൈക്കിൾ ഷെഡും കമ്പ്യൂട്ടർ ലാബും പണിതു. 2006 ജൂലൈ 22 SS മഠത്തിൻ്റെ വെഞ്ചരിപ്പ് മാർ തോമസ് ചക്കിയത്ത് നിർവഹിച്ചു. 2006 ഒക്ടോബർ മാസത്തിൽ പാരിഷ് ഹാളിൻ്റെ മുൻവശത്ത് ഒരു ഷെഡ് പണിതു. 2006 നവംബർ മാസത്തിൽ പാരിഷ് ഹാളിലേക്കുള്ള വഴി ടാർ ചെയ്തു. 2007 മെയ് 7 SS മഠത്തിനോടനുബന്ധിച്ച് ബാലികാഭവൻ ഉദ്ഘാടനം ചെയ്തു. 4 വർഷത്തെ സേവനത്തിന് ശേഷം മംഗലത്തച്ഛൻ സ്ഥലം മാറിപ്പോയി. 2008 ഫെബ്രുവരി 16 ജോർജ് പയ്യപ്പള്ളി അച്ഛൻ വികാരിയായി. 2009 ആരംഭത്തിൽ പള്ളിമേടയുടെ മുറികൾ വിസ്താരപ്പെടുത്തി പണിയുകയും മുകളിൽ ട്രസ് മേയുകയും ചെയ്തു. 2009 ഓഗസ്റ്റ് 15 പള്ളിക്ക് സമീപം വല്ലൂരാൻ ജോയൽ ബാബുവും നോയൽ ബാബുവും സ്പോൺസർ ചെയ്ത് പണിത മാതാവിൻ്റെ ഗ്രോട്ടോ മാർ തോമസ് ചക്കിയത്ത് വെഞ്ചരിച്ചു. 2 വർഷത്തെ സേവനത്തിന് ശേഷം പയ്യപ്പള്ളി അച്ഛൻ സ്ഥലം മാറിപ്പോയി. 2010 ഫെബ്രുവരി 27 ജോൺ തോട്ടുപുറം അച്ഛൻ വികാരിയായി. 2010 മാർച്ചിൽ അജപാലന ശുശ്രൂഷയ്ക്ക് വേണ്ടി പള്ളിക്ക് ഒരു മോട്ടോർ ബൈക്ക് വാങ്ങി. 2010 ഒക്ടോബർ 1 ഹൈസ്കൂളിന് സമീപത്തായി പണി കഴിപ്പിച്ച കൊച്ചുത്രേസ്യയുടെ ഗ്രോട്ടോ വെഞ്ചരിച്ചു. 2010 ഒക്ടോബർ മാസത്തിൽ ചിറങ്ങര ഭാഗത്തുള്ള 6 കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ താൽക്കാലിക പന്തലിൽ 10 ദിവസത്തെ ജപമാലയാചരണവും വിശുദ്ധ കുർബാനയോടുകൂടി നടത്തി. 2011 സെപ്റ്റംബർ മുതൽ വിശുദ്ധ അന്തോണീസിൻ്റെ കപ്പേളയിൽ വിശുദ്ധ കുർബാനയോടുകൂടി തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി. 2011 ഒക്ടോബർ മുതൽ മുടപ്പുഴ സ്കൂളിൽ കൊന്ത നമസ്കാരം നടത്താൻ തുടങ്ങി. 2012 ജനുവരി 30 SS മഠത്തിനോടനുബന്ധിച്ചുണ്ടായിരുന്ന ബാലികാഭവൻ കെട്ടിടത്തിൽ വൃദ്ധമന്ദിരം മാർ തോമസ് ചക്കിയത്ത് ഉദ്ഘാടനം ചെയ്തു. 2011 ഒക്ടോബർ 11 മാർ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്ത് പിതാവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിൻസെൻ്റ് പെരേപ്പാടനച്ചൻ സംഭാവന നൽകുന്ന സ്ഥലത്ത് ഒരു പള്ളി പണിയുന്നതിനെ പറ്റി ആലോചനകൾ നടന്നു. 2011 നവംബർ മാസത്തിൽ 20 സെൻറ്റ് സ്ഥലം കൂടി പള്ളിപ്പണിക്ക് വേണ്ടി വാങ്ങാൻ കരാർ ചെയ്തു. അവിടെ പള്ളി പണിയുന്നതിന് സ്ഥലം വാങ്ങുന്നതിന് തിരുമുടിക്കുന്ന് പള്ളിയുടെ സ്ഥലങ്ങൾ വിൽക്കുവാൻ തീരുമാനിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായി. പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പിരിഞ്ഞു കിട്ടിയ തുക കൊണ്ട് 6 ദരിദ്ര കുടുംബങ്ങൾക്ക് വീട് പണി പൂർത്തീകരിച്ചു. 3 വർഷത്തെ സേവനത്തിന് ശേഷം തൊട്ടുപുറം അച്ഛൻ തിരുനെല്ലൂർ പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി. 2013 ഫെബ്രുവരി 23 പോൾ ചുള്ളി അച്ഛൻ വികാരിയായി. 2013 ജൂലൈ മാസം മുതൽ ഞായറാഴ്ചകളിൽ തിരുമുടിക്കുന്ന് പള്ളിയിൽ 4 കുർബാനയും ഹോസ്പിറ്റൽ ചാപ്പലിൽ 1 കുർബാനയും ചൊല്ലുവാൻ തുടങ്ങി. 2013 അവസാനത്തോടുകൂടി പള്ളിമേടയുടെ 1-ാം നിലയിൽ ഗസ്റ്റ് റൂം പണിയുകയും സീലിംഗ് നടത്തുകയും ചെയ്തു. 2014 ആഗസ്റ്റ് മാസത്തിൽ തിരുമുടിക്കുന്ന് പള്ളിയിൽ എയ്ഡഡ് ഹയർ സെക്കൻഡറി അനുവദിച്ചു കിട്ടി. ആ വർഷം തന്നെ ക്ലാസ്സുകൾ ആരംഭിച്ചു. 2014 ഒക്ടോബർ മാസത്തിൽ കൊറ്റഞ്ചിറ ഭാഗത്തെ കണ്ടംകുളത്തി പൊറിഞ്ചു ഭാര്യ താണ്ട 50 സെൻറ്റ് സ്ഥലം പള്ളിക്ക് നൽകി. 2015 ഒക്ടോബർ മാസത്തിൽ പള്ളിമേടയിലെ മുറികൾക്ക് സൗകര്യം വർദ്ധിപ്പിക്കുകയും മെയിൻ്റനൻസ് നടത്തുകയും ചെയ്തു. 2015 നവംബർ മാസത്തിൽ ഒരു വ്യക്തി 2 ലക്ഷം രൂപ നൽകിയതുകൊണ്ട് കൊടിമരം മാറ്റി സ്ഥാപിച്ചു. 2016 ജനുവരി 19 ഹൈസ്കൂളിൻ്റെ 3-ാം നില പൂർത്തീകരിച്ചതും കൊടിമരവും മാർ ജോസ് പുത്തം വീട്ടിൽ വെഞ്ചരിച്ചു. 2016 നവംബർ മാസത്തിൽ ദീർഘകാലമായി അൾത്താര ശുശ്രൂഷയായി സേവനം ചെയ്തു വന്ന പെരേപ്പാടൻ ഔസേപ്പ് ആൻ്റണി വിരമിക്കുകയും ഡിസംബർ 1 സിനോ പൈനാടത്ത് അൾത്താര ശുശ്രൂഷയാവുകയും ചെയ്തു. 2016 നവംബർ മാസത്തിൽ SS മഠത്തിനോടനുബന്ധിച്ചുണ്ടായിരുന്ന കെട്ടിടത്തിൽ മെൽബൺ രൂപതയുടെ മൈനർ സെമിനാരി മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. 2017 ജനുവരി 29 മുടപ്പുഴ ഭാഗത്ത് പുതിയ കുരിശുപള്ളി പണിയുന്നതിനുള്ള സ്ഥലത്ത് അൽഫോൻസാമ്മയുടെ പേരിൽ താൽക്കാലിക ഷെഡ് കെട്ടി ഞായറാഴ്ചകളിൽ കുർബാന ആരംഭിച്ചു.
2020 ജനുവരി 16 ചിറങ്ങര മുടപ്പുഴ സെൻറ് അൽഫോൻസ ദേവാലയം മെത്രാപ്പൊലീത്തൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ആൻ്റണി കരിയിൽ പിതാവ് ആശീർവദിച്ചു. കാരുണ്യ ഭവന പദ്ധതിയിലൂടെ വീടുകളുടെ മെയിൻ്റനൻസ് നടത്തുകയും പുതിയ വീടുകൾ പണിയുകയും ചെയ്തു. ഏറെ വർഷത്തെ സേവനത്തിന് ശേഷം ചുള്ളിയച്ചൻ സ്ഥലം മാറിപ്പോയി. 2020 മാർച്ച് 7 ജോസ് ചോലിക്കരി അച്ഛൻ വികാരിയായി. കോവിഡിൻ്റെ കാലത്ത് മാസ്കുകൾ, ഹാൻഡ് വാഷ്, രോഗികൾക്കുള്ള കട്ടിലുകൾ, TV, ഭക്ഷണ സാധനങ്ങൾ, കിറ്റുകൾ എന്നിവ വിതരണം ചെയ്തു. 2021 സെപ്റ്റംബർ 14 തിരുമുടിക്കുന്ന് ഇടവക അതിർത്തിയിൽ ഗാന്ധിഗ്രാം ത്വക്ക് രോഗാശുപത്രിയിൽ സ്ഥിതി ചെയ്തിരുന്ന പുതുക്കിപ്പണിത സെൻറ് മേരീസ് ചാപ്പലിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം മെത്രാപ്പൊലീത്തൻ വികാരി മാർ ആൻ്റണി കരിയിൽ നിർവഹിച്ചു. 1.5 വർഷത്തെ സേവനത്തിന് ശേഷം ജോസ് ചോലിക്കരി അച്ഛൻ ഡൽഹിയിലേക്ക് സ്ഥലം മാറിപ്പോയി. 2021 സെപ്റ്റംബർ 25 സെബാസ്റ്റ്യൻ മാടശ്ശേരി അച്ഛൻ വികാരിയായി. മാടശ്ശേരി അച്ഛൻ്റെ ഇടയ നേതൃത്വത്തിൽ തിരുമുടിക്കുന്ന് ഇടവക ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.